ഹലോ, ഗുഡ് മോർണിംഗ് മൈ ഫ്രണ്ട്സ്. കേശുവും അല്ലാടനും പിന്നെ ഞാനും എന്ന എൻ്റെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ കണ്ടിഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇന്ന് ഞാൻ അടുക്കളത്തോട്ടത്തിലേക്ക് പോകുന്നില്ല. ഇന്ന് എൻ്റെ ചോറ് അടുപ്പത്ത് കിടന്ന് ഇങ്ങനെ തിളയ്ക്കുകയാണ്. ഇന്ന് എൻ്റെ ചോറിന് വേണ്ടി ഞാൻ ഉണ്ടാക്കുന്ന കൂട്ടാനൊക്കെയാണ് എന്തുകൊണ്ടൊക്കെയാണെന്ന് നോക്കാം. എൻ്റെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് ഞാൻ പറിച്ച എൻ്റെ വഴുതനക്കുട്ടൻ കുറ്റിപ്പയർ, വയലറ്റ് സുന്ദരി കുറ്റിപ്പയർ കണ്ടോ, നല്ല വയലറ്റ് മിടുക്കി കുഴിച്ച് കിടക്കുക. ഇത് കണ്ടോ, ഈ വയലറ്റ് കുറ്റിപ്പയറിൽ നിന്ന് എനിക്ക് ഒരു പുഴുവിൻ്റെ ആക്രമണം ഒന്നും ഉണ്ടാകാറില്ല. പുഴുവൊന്നും നശിപ്പിക്കുകയോ ഒന്നും ഉണ്ടായില്ല. കാരണം അറിയാമോ, ആ കുറ്റിപ്പയർ നിറച്ചും നമ്മുടെ ഉറുമ്പാണ്, നീറുന്നെന്ന് പറയുന്നത്. ആ ഉറുമ്പാണ്. അപ്പോൾ അവൻ ഭയങ്കരമായിട്ട് ഇവനെ സംരക്ഷിക്കുന്നുണ്ട്. ഒറ്റ പയർ പോലെ എല്ലാം ഒരേ വലിപ്പത്തിൽ നല്ല മിടുക്കരായിട്ട് നല്ല പയർമണി പോലും പോയിട്ടില്ല. എല്ലാം നല്ലത് കിടക്കുന്നു. പക്ഷേ ഒരു ഡേഞ്ചർ ആളുണ്ട് കേട്ടോ. പുള്ളിക്കാരത്തെ അറിഞ്ഞിട്ടില്ല. അവരറിഞ്ഞ കൂട്ടത്തോടെ ഇങ്ങനെ വരും. നമ്മുടെ തത്തമ്മ എൻ്റെ വില്ലന്മാരത്, വില്ലത്തികൾ എന്ന് പറയും. കാരണം ഒരു കുഴപ്പവും നല്ല. അപ്പോൾ ഇതൊരു മെഴുക്ക് പുരട്ടി, ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അരിഞ്ഞിട്ട് കുറച്ച് മസാലപ്പൊടി, ഉപ്പ്, കുറച്ച് മുളക് പൊടി, ശകലം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നല്ല ഫ്രൈങ് പാനിലിട്ട് ഫ്രൈ ചെയ്തെടുക്കും. എൻ്റെ മോന് വളരെ ഇഷ്ടമുള്ളൊരു വിഭവമാണിത്. പിന്നെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീര. എൻ്റെ സുന്ദരി ചീരകളെ കുറച്ച് തക്കാളിക്ക് പറിച്ചു. ഒരു മൂന്നാലഞ്ചെണ്ണം ഞാൻ കോവയ്ക്കാക്കുട്ടൻ, തക്കാളിപ്പെണ്ണ്, സുന്ദരി ചീര, ഇത്തിരി പച്ചമുളക് കുറച്ചൊന്ന് വന്നിട്ടുണ്ട്. ഇതൊക്കെ കൂട്ടി നല്ലൊരു കുറച്ച് മുരിങ്ങയ്ക്ക എനിക്ക് കഴിഞ്ഞ ദിവസം ഒരാൾ തന്നതാണ്. അത് ഞാൻ എടുത്ത് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഒക്കെ ഇട്ട് നല്ലൊരു കുഞ്ഞ് അവിയൽ. അപ്പം ചെറിയായിട്ടൊരു ഫ്രൈ, ഇതൊരു മെഴുക്ക് പുരട്ടി, കുഞ്ഞവിയൽ. പിന്നെ എൻ്റെ കടുമാങ്ങ ഇരിക്കുന്ന കണ്ടോ, എൻ്റെ കടുക് മാങ്ങയും എൻ്റെ ഇത് നാരങ്ങ ഞാൻ ഉപ്പിട്ട് ഉണങ്ങി, ഉപ്പ്, മുളക് പൊടി, പിന്നെ ഉലുവ, കായ എല്ലാം ഇട്ട് ഉണങ്ങി ഞാൻ വെച്ചു. കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ അത് കാണുന്നില്ല. അല്ലാണ്ട് എടുത്ത് സൂക്ഷിച്ച് വെച്ചതാണ്, എവിടെയാണെന്ന് കണ്ടില്ല. പിന്നെ തപ്പിയെടുത്ത് ഞാൻ ഇട്ടു അതും. പിന്നെ കുറച്ച് തൈരുമുണ്ട് കൂട്ടാനായിട്ട്. ഇതാണ് ഇന്നത്തെ എൻ്റെ വിഭവങ്ങൾ. അപ്പം ഹായ് ഗൈസ്, ഞാൻ എൻ്റെ പാചകത്തിലോട്ട് കടക്കുവാണ്. അപ്പം എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ്. ബൈ.